Good afternoon, sir. Yes, Shabina, good afternoon. Good afternoon, sir. Okay, and Shanti, Achmala, good afternoon. Vijay Kumara, good afternoon. Soumya, good afternoon. Shifana Lakshmi. Good afternoon, sir. Yes, good afternoon. Hindu. Good afternoon, sir. Okay, Nausha. Sujit. Adil, good afternoon. Yes, Arabic. Okay. നമ്മൾ ആരംഭിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. നമുക്കിനി അതിന്റെ ക്വസ്റ്റ്യൻ വേർഡിലേക്ക് ഒന്ന് കിടക്കാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. സബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, ഹാവ് എഴുതി, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ അതിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം, അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ they will have gone, they will have, she will have mistaken, you will have used it, you will have used it, you will have seen, you will have seen. Yes, ഇനി നമ്മൾ അതിന്റെ ചോദ്യമാക്കി മാറ്റാം. ചോദ്യമാക്കുമ്പോൾ ആ വിൽ എന്നുള്ളത് ആദ്യം പറയും. അപ്പൊ എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. വിൽ യു ഹാവ് ഗോൺ, നീ പോയി കഴിഞ്ഞിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് ടേക്കൻ, നീ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് മിസ്റ്റേക്കൻ, തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമോ? ആ വിൽ ഹാവിലെ വില്ല് മാത്രം ആദ്യം പറയും. അപ്പൊ അത് വില്ല് മാത്രം ആദ്യം പറയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ആർക്കെങ്കിലും പറയാൻ പറ്റും? വില്ല് ആദ്യം വരുന്ന സീസ്, ഒന്ന് രണ്ട് വാചകങ്ങൾ, വില്ല് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ഹാവ്. Will you have? Will she have? I will study. Okay, I will try. Yes. Will ആദ്യം വരണം, അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ്, പിന്നീട് ഹാവ് വരണം. വിൽ ഹാവ് നമുക്ക് നേരത്തെ പഠിച്ചതിന്റെ വില്ല് മാത്രം ആദ്യം പറയുന്നു. അപ്പോഴത് ചോദ്യമായിട്ട് മാറും. Will she have cut the hair? Okay, Lakshmi, correct ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് എടുക്കുക. Will she have cut the hair? Correct. Will you have visited your house? Correct ആണ്. Will he have quarreled? അപ്പൊ quarreled past participle quarreled with her. Correct ആണ്. ഹാവ് വരുന്ന എല്ലാ വാചകങ്ങളിലും വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. യെസ്. വിൽ യു ഹാവ് ഹെൽപ്പ്? സനിഷ, ഹെൽപ്ഡ് എന്നാക്കുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിൽ യു ഹാവ് ഹെൽപ്ഡ് മീ? വിൽ ഹി ഹാവ് written a story? അത് കറക്റ്റ് ആണ് ലക്ഷ്മി. കറക്റ്റ്. Okay. Will she have time to meet us? Oh, okay, നല്ല വാചകം.
Yes, will she have consulted the doctor? Okay, okay. Okay, okay. Yes. അപ്പൊ അത് ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ആ ടെൻസും കൂടി അങ്ങോട്ട് will he have finished his work? Okay, ചുമല will he have finished his profile? Okay, അനുശാന്തി correct. Will she have graduated by next year? Okay, very good, very good. നല്ല വാചകം. Will he have graduated by next year? Yes. Yes. Will he have the diploma holder of hospital administration by next year? Yes. Okay. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ടെൻസിനെ ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ മൊത്തം 9 ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് നൗഷ പറയുന്നു will he have next month, will he have worked next month? Yes. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞത് 9 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 9 ടെൻസുകളെ വിട്ടിട്ട് നമ്മൾ 10ാമത്തെ ഒരു ടെൻസിനെ കുറിച്ച് പറയും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷാബിന. Yes, sir. ഓക്കെ, ഷാബിന്റെ നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. എത്ര കൊല്ലമായിട്ട് തൃശ്ശൂർ താമസിക്കുന്നു? 4 വർഷമായിട്ട്. കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു 10 വർഷം കൂടി ബാക്കിലോട്ട് എടുക്കുകയാണ്. ഇതിപ്പോ 2025. അപ്പൊ 2015 മുതൽ ഷാബിന താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇപ്പോൾ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. നാളെയും ഞാൻ കൊടുങ്ങല്ലൂരായിരിക്കും താമസിക്കുന്നത്. ഈ ഒരു സംഗതി എനിക്ക് കിട്ടും. ഷാബിന പറയുന്ന വാചകത്തിൽ നിന്ന് 2015 മുതൽ ഞാൻ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്, ഇപ്പോഴും ഞാൻ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്, നാളെയും ഞാൻ കൊടുങ്ങല്ലൂരായിരിക്കും താമസിക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? ലീവ് കൊടുങ്ങല്ലൂർ. ഐ ലീവ് കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ താമസിക്കാറുണ്ട്. യെസ്. ഐ ലിവിങ് കൊടുങ്ങല്ലൂർ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ ചേർക്കുകയോ എന്തെങ്കിലുമൊക്കെ ഈസോ ആമോ ആറോ എന്തെങ്കിലുമൊക്കെ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഷാബിനെ പറയുന്ന വാചകം കേട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവണം 2015 മുതല് ഷാബിനെ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഷാബിനെ കാണണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ എന്നാൽ മതി. നാളെ തന്നെ എന്നല്ല, നാളെയോ പിന്നീടോ ഭാവിയിലോ അപ്പോഴും ഷാബിനെ കാണണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ എന്നാൽ മതി. കാരണം കൊടുങ്ങല്ലൂർ വിട്ടു പോകില്ല എന്നുള്ള രീതിയിലാണ് ഷാബിനെ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഈ ഒരു സംഗതിയാണ് നമ്മൾ അടുത്ത ടെൻസിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നേരത്തെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ബാങ്കിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 2015 മുതൽ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോഴും ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, നാളെയും ഞാൻ ബാങ്കിലായിരിക്കും ജോലി ചെയ്യുന്നത്. യെസ്. നേരെ മറിച്ച് മുമ്പ് ഞാൻ അവിടെയായിരുന്നു, ഇപ്പോൾ ഞാൻ അവിടെ ഇല്ല എന്നുള്ളതിന് വേറെ രീതിയാണ്. അത് നമുക്ക് അടുത്ത വേറൊരു ടെൻസ് പറയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ an action that started in the past and it continues in the present and it will continue in future. പാസ്റ്റിൽ ആരംഭിച്ച് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു, ഫ്യൂച്ചറിൽ വിൽ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. an action which started in the past and it continues in the present and it will continue in future. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ ടെൻസി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിക്കോളും. യെസ്. നമുക്ക് എക്സാമ്പിൾ പറയാം. അതിന്റെ സ്ട്രക്ചർ പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്.
അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് വേടിയാണ് BEN ബി. പിന്നെ ഒരു വെർബ് അതിന്റെ കൂടെ ING. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ്, അതിന്റെ കൂടെ പിന്നെ ING. ഇത്രയും വന്നു കഴിയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഐയുടെ കൂടെ ഹാവ്, ഐ ഹാവ്. ബി നമ്മൾ ചേർത്തു. ഇനി ഒരു വെർബിന്റെ കൂടെ ആയിട്ട് ലിവ് എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കുന്നത് ലിവിങ്. അപ്പൊ ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് കൊടുങ്ങല്ലൂർ സിൻസ് 2015. 2015 മുതൽ ഞാൻ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്. ഇപ്പോഴും കൊടുങ്ങല്ലൂരാണ്, നാളെയും അവിടെ തന്നെയാണ്. കാരണം ഞാൻ ഉപയോഗിച്ച ടെൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോഴും തുടരുകയും ഭാവിയിലേക്ക് തുടരുകയും ചെയ്യുമെങ്കിൽ അത് ഞാൻ പ്രസന്റ് പെർഫെക്റ്റ്. വേറെ ഒന്നും പറയണ്ട, കാര്യമില്ല. യെസ്, ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് ടീ. അപ്പൊ നേരത്തെ ചായ കുടിക്കാറുണ്ട്, ഇപ്പോഴും ചായ കുടിക്കാറുണ്ട്, നാളെ ചായ കുടിക്കും. അത് മാറൂല. യെസ്, ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാറ്റാൻ പോകുന്നില്ല. An action which started in the past and continues in the present and it will continue in future. Yes. അപ്പൊ ഇത് നിങ്ങൾ ഒരേ വാചകങ്ങൾ പറയുമ്പോൾ വേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബി, വാക്ക് മറക്കരുത്, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിന്റെ കൂടെ ING. ഇതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് 10ാമത്തെ ടെൻസ്. ഇപ്പോ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് ഷീ ആണ്. ഷീയുടെ ഹാവ് വരില്ല, ഹാസ് വരില്ല. ഷീ ഹാസ് ബീൻ സിംഗിങ് എ സോങ്. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ എ കമ്പനി. യെസ്, ഓക്കെ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. യെസ്, ഇത് നിങ്ങൾ ചില കമ്പനികളിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ലെറ്റർ മേടിക്കൂലേ, അതിൻ്റെ അകത്ത് ഈ സംഗതി ഉപയോഗിക്കും. അപ്പൊ നിങ്ങളൊരു വേറൊരു പുതിയൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഞാൻ മുമ്പിന്റെ സ്ഥലത്തായിരുന്നു പറയുന്നത്. മുമ്പിന്റെ സ്ഥലത്താണ്, ഇപ്പോഴും ഞാൻ അവിടുത്തെ തന്നെയാണ്, നാളെ എവിടെയാവില്ല. യെസ്, നാളെ ഒരു പക്ഷേ നിങ്ങളുടെ കമ്പനിയിലായിരിക്കും. ഓക്കെ. അപ്പൊ അവിടെയൊക്കെയാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കയറി വരുന്നത്. ഇതങ്ങനെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന സാധനമല്ല, എപ്പോഴും അതിന് ഉപയോഗം വരാറില്ല. എപ്പോഴും ഉപയോഗം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 9 എണ്ണത്തിൽ മാത്രമാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പിന്നെ ഞാനിത് പറഞ്ഞത് ഇങ്ങനെയും ഒരു 3 എണ്ണം കൂടി ഉണ്ട് എന്നുള്ള കേസ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് നമ്മൾ പറഞ്ഞതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, നിങ്ങളുടെ വാചകങ്ങൾ പറയട്ടെ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദം. ഓക്കെ, അനുമോൾ കറക്റ്റ് ആണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദം. ഷീ ഹാസ് ബീൻ റീഡിംഗ് എ ബുക്ക്. യു ഹാവ് ബീൻ സിംഗിങ് വെൽ. ഓക്കെ റീജ? യെസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനോട് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് 9 എണ്ണം മതി സാറേ. യെസ്, ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇതിനൊരു സംഗതി ഉണ്ടെന്നുള്ള കാര്യം. ഷീ ഹാസ് ബീൻ ക്ലീനിങ് ഹോം. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് IIT since 2000. Oh, very good. Okay. Yes. I have been doing my work. Okay, Anushanti, correct. Subject has അല്ലെങ്കിൽ have, been, verb, ING. Yes. Subject has അല്ലെങ്കിൽ have, been, verb plus ING.
He has been teaching. The child has been sleeping since morning. Okay, nalla sentence ആണ്. The child has been sleeping. Yes, he has been cooking dinner. Okay, Vijaykumar. Yes. He has been singing. Okay, Lakshmi. He has been staying at Bombay. Anushanti, she has been writing story. Yes, I have been painting. Okay, Vijaykumar. Yes. അപ്പൊ അത് പഠിക്കില്ലല്ലോ. യെസ്. ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചേർക്കണം? ഒരു നോട്ട് കൂടിയാണ് ചേർത്തത്. യെസ്. അപ്പോ ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കാം. ഹാവ് ബീൻ അല്ലേ? ഹാവ് നോട്ട് ബീൻ എന്നല്ല. ഓക്കെ, ഐ ഹാവ് ബീൻ ഡാൻസിങ്. ഓക്കെ സൗമ്യ, നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കുക. ആ നോട്ട് ഹാവ് കഴിഞ്ഞിട്ട് ചേർക്കുക. ഹാവിന്റെയും ബീന്റെയും ഇടയിൽ നോക്കുക. അപ്പൊ ഇത് വരും, ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ്. ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ്. നോട്ട് ബീൻ ലിവിങ് ഇൻ കൊടുങ്ങല്ലൂർ സിൻസ് 2015. ഓക്കെ, അപ്പോ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ എന്ത് ചേർക്കുന്നു? നമ്മള് ഒരു നോട്ട് ചേർക്കുന്നു. ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ്. ഓക്കെ, ഹി ഹാസ് നോട്ട് ബീൻ സ്ലീപ്പിംഗ്. ഐ ഹാവ് നോട്ട് ബീൻ ഡാൻസിങ്. ഓക്കെ ഓക്കെ, ഐ ഹാവ് നോട്ട് ബീൻ ഡാൻസിങ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സിമ്പിൾ എടുക്കുകയാകുന്നു, പോവുകയാകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഐ ഹാവ് ബീൻ, ഐ ഹാവ് ബീൻ ടേക്കിംഗ് ഇറ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കുകയാകും. എടുത്തുകൊണ്ടേയിരിക്കും, ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകും. യെസ്, ആ ഒരു അർത്ഥമാണ് മലയാളത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. യെസ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. യെസ്, ഓക്കെ, ജീവിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. പഠിക്കുകയാകുന്നു എന്നുള്ളതല്ല, പഠിച്ചുകൊണ്ടേയിരിക്കുകയാകും. അങ്ങനെ ഉണ്ട്. യെസ്, ഇപ്പൊ പിടികിട്ടിയല്ലോ. അപ്പോ നിങ്ങൾക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, ഇനി നിങ്ങളിൽ നിന്ന് യെസ്, ഇനി ഞാൻ നിങ്ങളിൽ നിന്ന് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. യെസ്, അനുഷാന്തി. അനുഷാന്തി. ഓക്കെ, ഹൗ ആർ യു? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അനുവിനോട് ചോദിക്കാൻ പോയ ചോദ്യം എന്ന് പറയുന്നത്, അനു പറയേണ്ടത് അനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറല്ല. അനു പറയണം മൈ ഫേവറേറ്റ് ടീച്ചർ. 1ാം ക്ലാസ് മുതൽ ഇതുവരെയുള്ള പഠനത്തിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിനോട് ഇഷ്ടപ്പെട്ട ടീച്ചർ ഉണ്ടാവും. അപ്പൊ അനുവിന് വേണമെങ്കിൽ പറയാം മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് അനുപമ ടീച്ചർ. ഓക്കെ, ഒരു ഫസ്റ്റ് വാചകം കറക്റ്റായി. ഇനി നമുക്ക് പറയാം അനുപമ ടീച്ചർ പഠിപ്പിച്ച വിഷയം എന്താണ്. അപ്പൊ അനുപമ ടീച്ചർ പഠിപ്പിച്ചത് മാത്സ് ആണ്. ഷീ taught us mathematics. രണ്ടാമത്തെ വാചകം. അപ്പൊ ഫേവറേറ്റ് ആയ ടീച്ചറിന്റെ പേര് പറഞ്ഞു. ബ്യൂട്ടി ചെയ്തോളൂ, ഞാൻ പറയാം. ഫേവറേറ്റ് ആയ ടീച്ചറിന്റെ പേര് പറഞ്ഞു, ടീച്ചർ പഠിപ്പിച്ച വിഷയം എന്താണെന്ന് പറഞ്ഞു. ഇനി അനു പറയേണ്ടത് എന്തുകൊണ്ടാണ് അനുപമ ടീച്ചറിനെ അനുവിന് ഇഷ്ടപ്പെടുന്നത്. അതിന് പ്രേരിപ്പിച്ച ഒരു കാര്യം ഉണ്ടാവുന്നില്ലേ? വേണമെങ്കിൽ പറയാം അനുപമ ടീച്ചർ ഈസ് വെരി ലവിങ്. അതുമല്ലെങ്കിൽ പറയാം അനുപമ ടീച്ചർ ഈസ് മൈ കസിൻ or our relative, or she is my neighbor, എന്റെ അയൽവാസിയാണ്. അതുമല്ല എങ്കിൽ ടീച്ചറിന് ഞങ്ങളോടെല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഷീ വാസ് വെരി ഫ്രണ്ട്ലി ടു അസ്, ഞങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതുമല്ല എങ്കിൽ എപ്പോഴെങ്കിലും ഓക്കെ അത് ഓക്കെ നൗഷു. അതുമല്ല എങ്കിൽ പറയാം ഷീ ഈസ് വെരി
കെയറിങ്, ഞങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അത് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് ടൂർ പോയ സമയത്താണ്. ഹൗ കെയറിങ് ഷീ ഈസ്, എത്രമാത്രം ഞങ്ങളെ കുറിച്ച് ടീച്ചർക്ക് ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹൗ കെയറിങ് ഷീ ഈസ്, ഹൗ ലവിങ് ഷീ ഈസ്. യെസ്, ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് എ മദർ. എന്നെ സംബന്ധിച്ച് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയെ പോലെയായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നു മൈ ഫേവറേറ്റ് ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട ടീച്ചർ. ടീച്ചറിന്റെ പേര്, ടീച്ചർ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചിരുന്നത് അത് പറയുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ടീച്ചറിനെ കുറിച്ച് പറയാം. ആ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചത് LP സ്കൂളിലാണോ, UP സ്കൂളിലാണോ, ഹൈസ്കൂളിലാണോ എന്നുള്ളത്. ആൻഡ് ഷീ ഈസ് മൈ LP സ്കൂൾ ടീച്ചർ, ഷീ ഈസ് മൈ UP സ്കൂൾ ടീച്ചർ, or she is my high school teacher or +2 teacher, whatever it may be. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ. യെസ്, ഇനി ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതാണ്, നിങ്ങൾ ആരെങ്കിലും ഭാവിയിൽ ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ, സപ്പോസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്, പറയാൻ പറ്റൂലല്ലോ, എങ്ങാനും ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ടീച്ചറിനെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. I will follow the model of teaching methods of Anupama teacher because she is very fond of me. Yes, എനിക്ക് അത്രയ്ക്കും വളരെയധികം ഇഷ്ടമാണ് അത്. യെസ്, ഓക്കെ. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സംഗതിയാണ്. യെസ്, ഓക്കെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനും പറ്റണം. യെസ്, ഓക്കെ. അപ്പോ അനുശാന്തി ഐശ്വര്യമായിട്ട് ആരംഭിക്കുന്നു. അനുശാന്തി കഴിഞ്ഞാൽ ഷാബിനിലേക്ക് വരാം, അത് കഴിഞ്ഞ് അനുമോളിലേക്കും അച്ചുമലിലേക്കും സൗമ്യയിലേക്കും ഡിഗിനയിലേക്കും വരാം. അപ്പൊ ഒരു 6 പേരുടെ പേര് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു, അത് നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. യെസ്, എന്നിട്ട് ഈ റെക്കോർഡ് ക്ലാസ് അങ്ങനെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ടീച്ചറെ, അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ ടീച്ചർക്ക് എന്ത് തോന്നും? ഓ, ഈവൻ നൗ അജ്മൽ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും, അല്ലേ? ഓക്കെ, അനുശാന്തി, ടെൻഷനോ വിഷമൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാതെ നമുക്ക് ഇന്റർനാഷണൽ വിഷയങ്ങൾ കൊണ്ടുപോകേണ്ട. മൈ ഫേവറേറ്റ് ടീച്ചർ, ഏതാണ് എന്റെ പ്രിയപ്പെട്ട ടീച്ചർ? ആ ടീച്ചറിന്റെ പേര്, ടീച്ചർ പഠിപ്പിച്ച വിഷയം, എന്തുകൊണ്ട് ഞാൻ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നു. യെസ്, തുടങ്ങിക്കോളൂ. അനുവിന്റെ ഐശ്വര്യത്തിൽ വേണം ബാക്കിയുള്ള ആൾക്കാരോട് മുന്നോട്ട് പോകാനല്ല. യെസ്, തുടങ്ങിക്കോളൂ. My favorite teacher is Sonia teacher. Sonia. Sonia teacher, yes. She is studying Maths and English. Oh, yes, okay. She is my high school teacher. Yes. She was very friendly and study well. And not study Maths. Yes. But teacher very comfortable for my. Yes, very comfortable teacher. Okay, very good. ഞാൻ ഇനി ഏറ്റവും പ്രിയപ്പെട്ട വിഷയം മാത്സ് ആയിരുന്നോ? No sir, my favorite Malayalam. യെസ്, ഇത്ര പ്രിയപ്പെട്ട ടീച്ചർ ഉണ്ടായിട്ട് ആ വിഷയമല്ല, വേറെ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലേ? വേറെ സബ്ജക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഓക്കെ, അനു, ഇനി സെയിം പിച്ചാണ് സ്റ്റാഫിനെ പറഞ്ഞത്. യെസ്, ഓക്കെ. അനു തുടങ്ങി വെച്ചിട്ടുണ്ട്. അനു തുടങ്ങി വെച്ച പോലെ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾ നല്ല വെറൈറ്റി പിടിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചർ, ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചർ ഇഷ്ടപ്പെടുന്നു? The reasons behind it. എന്തെങ്കിലും ഒരു സംഭവം ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. Even now I do remember one thing. ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ നിങ്ങളോട് കൂടെ ചേർത്ത് നിർത്തിയ ഇൻസിഡന്റ്. ഇറ്റ് വാസ് എ റെയിനി ഡേ, ഐ വാസ് കമ്മിങ് ടു സ്കൂൾ വെരി ലേറ്റ്. അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പറയാം. യെസ് യെസ്. ഓക്കെ നൗഷു. യെസ്, ഷാബിന പറയൂ. My favorite teacher, Sadik teacher. Sadhi teacher. Yes, why did you like Sadhi teacher? She is so caring and loving. Yes. She taught mathematics. Yes. She helped me studying. Yes. She does not say anything bad. He does not say anything bad. Oh, very good. Very good. നല്ല വാചകം. She's. എന്ത് പറയുമല്ലേ ടീച്ചറിനെ? I don't like maths. I don't but- like maths, but I like maths teacher. അല്ലേ? Yes. യെസ്. സാധാരണയിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ വിഷയം നമ്മൾ എന്തായാലും പഠിക്കാറുണ്ട്. അപ്പൊ ഷബീന says that Shabina likes Sadhi teacher, but she does not like mathematics. Okay, continue. I like Malayalam. മലയാളം. Who taught you മലയാളം? ആരാണ് മലയാളം പഠിപ്പിച്ചത്? മലയാളം പഠിപ്പിച്ച ടീച്ചർ ആരായിരുന്നു? ടീച്ചറല്ല, മാഷായിരുന്നു. ഏത് സാറായിരുന്നു? മറന്നുപോയി. യെസ്, ഓക്കെ. അപ്പൊ മനസ്സിലായി. ആ സാറിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായില്ല. യെസ്, ഓക്കെ. ഷാബിന, കണ്ടിന്യൂ. She is very friendly. Yes, she is very friendly. She is just like a mother. Just like your mother. Okay. That's all, sir. That is all. Okay, ഷാബിന, ഞാൻ സന്ദർഭോചിതമായിട്ടൊരു കാര്യം ചോദിക്കാം. അപ്പൊ ഷാബിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ, യുവർ ഫേവറേറ്റ് ടീച്ചർ ഈസ് Sadhi teacher. Yes. ഷാബിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരായിരുന്നു? അങ്ങനെ ഒരു മായാവതി. തരത്തിലും മായാവതി ടീച്ചർ. മായാവതി ടീച്ചർ കേൾക്കണ്ട. മായാവതി ടീച്ചർ അല്ലേ? അപ്പൊ മായാവതി ടീച്ചറാണ് ഷാബിനക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ. അങ്ങനെ ഇഷ്ടമല്ല, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. യെസ്, ഓക്കെ. പോട്ടെ. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ ചോദിക്കാം. ഷാബിന, ഡു യു ലൈക്ക് ടീച്ചിങ്? Yes. യെസ്, യു ലൈക്ക് ടീച്ചിങ്. ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടിയാൽ പോകൂലേ? യു ലൈക്ക് ടീച്ചിങ്? Yes. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നല്ലതല്ലേ? യെസ്. അപ്പൊ ഷാബിന അങ്ങനെ ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടിയാൽ ഏത് ടീച്ചർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കില്ല. എപ്പോഴെങ്കിലും ഇന്ന ടീച്ചറ് ആ ടീച്ചറിന്റെ രീതി നമുക്ക് താല്പര്യമില്ല, അപ്പൊ അതുകൊണ്ട് ആ ടീച്ചറിനെ പോലെ പഠിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഏത് ടീച്ചറായിരിക്കും? ഈ ടീച്ചർ തന്നെ മായാവതി ടീച്ചർ തന്നെ. പക്ഷെ ഇവിടെ നൗഷ് ചോദിച്ചില്ലേ, ചോദ്യം ചോദിച്ചു എന്നുള്ള ഒരു കുറ്റാങ്കി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, ചീത്തൊക്കെ പറയും. അതെ. പക്ഷെ സംസാരിച്ചതിനാണ് ചീത്ത അറിയണത്. എന്തോ സംസാരിച്ചതിനാണ് ചീത്ത അറിയണത്. പക്ഷെ ഞാൻ സംസാരിച്ചതിന് ഇല്ല, വേറെ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്നെ പൊക്കും. യെസ്. അപ്പൊ ഷാബിന്റെ ക്ലാസ്സിൽ പോലെ കേൾക്കാൻ പറ്റിയ പോലെ സംസാരിച്ചോണ്ടിരിക്കും ടീച്ചറിനെ എല്ലാവരും പോലെ. അപ്പൊ അതാണ് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുള്ളൂ. യെസ്, ഓക്കെ ഷാബിന, വെരി ഗുഡ്. അപ്പൊ യു ടോൾഡ് ദാറ്റ് Sadhi teacher is your favorite teacher and reason പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അനുമോൾ കെ അനുമോൾ. യെസ്, അനുമോൾ വരുമെന്ന് വിചാരിക്കാം. യെസ്, അജ്മല. അജ്മല. യെസ്, സൗമ്യ രതീഷ്. യെസ്,
എന്ത് പറ്റി നിങ്ങൾക്ക് പേടിച്ചിങ്ങനെ? യെസ്, ഇത് ഇന്റർനാഷണൽ വിഷയമൊന്നും അല്ലല്ലോ. യെസ്, ഡിഗ്രിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Sir. യെസ്, Sir. Who was your favorite teacher? My favorite teacher is Miss Shamala. Shamala, yes. Shamala, who teaches in zoology, my BSc. Oh, yes, also. Degree. Okay. High school ഒന്നുമല്ല, college teacher ആണ്. Oh, yes. Yes. Because she is very strict and but she make learning fun and Yes. engaging always. Yes. She is very strict in class, but Yes. outside she is very supportive. Yes, very supportive. Okay. Her patience and ability Yes. is very good. She inspire me to be a better student and a more thoughtful person. Yeah. Yes. To become a powerful person in my life. Okay. Yeah. Yes. Her dedication is to her student. It's very good. Yes. I am grateful to have her guidance. Yes. I never forget that teacher. Yes. Sir. Okay. I never forget. Yes. Because very ഇഷ്ടപ്പെട്ട very teacher. lovable. Because that zoology subject also I like it because that type class, her class is very good. I never forget. Yes. That's Okay, very good, very good. അപ്പൊ അനുമോൾ കേക്കും സ്കൂളിൽ കോളേജിൽ പഠിപ്പിച്ച ടീച്ചറിനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു. സോ കോളേജിലേക്കൊക്കെ വരുമ്പോഴേ സ്കൂൾ ലെവലിലേക്കാൾ വേറൊരു ലെവലാണ് ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആണ്. ക്ലാസ്സിന് പുറത്ത് മിക്ക ടീച്ചർമാരും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. യെസ്, വളരെ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ ഓക്കെ ടീച്ചർ, ഐ ആൾസോ എക്സ്പീരിയൻസ്ഡ് ദി സെയിം സിറ്റുവേഷൻസ്. ടീച്ചർ പറയുമ്പോൾ ഞാനും എന്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയതാണ്. ഓക്കെ 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 യെസ്, ശൃംഗ പറഞ്ഞോളൂ. I am studying Maharajas College, sir. യെസ്, എത്രയോ പ്രഗത്ഭന്മാര് പഠിച്ചിറങ്ങിയ കോളേജാണ് മഹാരാജ് കോളേജ് അല്ലേ? Yes. യെസ്. ഡിഗ്രിയുടെ നാട് എവിടെയാണ്? എന്റെ എറണാകുളം. എറണാകുളം. യെസ്, എറണാകുളം ചിറ്റൂര്. എറണാകുളം ചിറ്റൂർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചിട്ടില്ല, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതാണ്. പിന്നെ യെസ്, അന്ന് നമ്മുടെ വരാപ്പുഴ പാലൊന്നും ഇല്ലല്ലോ, അന്നൊരു കടത്താണ്. അപ്പൊ കടത്തിറങ്ങി പോകാൻ അപ്പൊ അതുകൊണ്ട് വെരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാനത് സ്വീകരിച്ചില്ല. യെസ്, ഓക്കെ. ഇടയ്ക്ക് ഞാൻ മഹാരാജ് കോളേജിൽ പോവുകയും ആ വലിയ വണ്ണമുള്ള തോടുകൾക്കൊക്കെ സൈഡിൽ നിന്നുകൊണ്ട് എത്രയോ പ്രഗത്ഭമായ പഠിച്ചിറങ്ങിയ കോളേജാണ് മഹാരാജ് കോളേജ്. യെസ്, ഓക്കെ. Never forget that college. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളുടെ നാട്ടില് ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഭരതൻ. പുള്ളി മഹാരാജ് കോളേജ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകരുണ്ടായിരുന്നു. മഹാരാജ് കോളേജ് പ്രിൻസിപ്പൾ ഒരു മുണ്ടൻ കൊടുത്ത് വന്നിരുന്ന പ്രിൻസിപ്പളായിരുന്നു. നല്ല വളരെ നല്ല പണ്ഡിതനായിട്ടുള്ള മനുഷ്യനായിരുന്നു. മരിച്ചുപോയി. യെസ്, പുള്ളി MA ഫിസിക്സ്, MA പൊളിറ്റിക്സ്, MA ഹിസ്റ്ററി, പിന്നെ രണ്ടോടെ പിന്നെ ഇതായിരുന്നു പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ. ഓക്കെ. ശൃംഗ. ആ ചിരി കാണുമ്പോൾ അറിയാം ശൃംഗയുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന മനസ്സോട് ഇഷ്ടപ്പെട്ട. My favorite teacher is Lisha teacher.
Lisha teacher. Okay. She was our physical trainer. Oh, physical trainer. Oh, very good. She is always full of energy and motivates all of us to stay active and healthy. Yes. She teaches the importance of fitness Yes. and discipline. Okay. Uh, Her positive attitude and friendly nature Yes. make us Make us healthy. Make us. our Make us. class very Yes. lovable. Yes. Because of her, I started ഈ enjoying sports ടീച്ചറിന് and feel more confident. യെസ് Sir. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീക, ഈ ടീച്ചറിനെ ക്ലാസ്സിൽ പോകുന്നതിന് ശേഷം പിന്നീട് എപ്പോഴും കണ്ടിട്ടുണ്ടോ? Yes. യെസ്, കണ്ടിട്ടുണ്ട്. Yes. ഓക്കെ, വെരി 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 ഗുഡ്. അതൊരു കാര്യം ശരിയാണ്. ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. നമ്മൾ വിചാരിക്കും നിസ്സാരമെന്ന് വിചാരിക്കും. നിസ്സാരമല്ല മക്കളെ. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. നമ്മൾ എത്രയോ ആളുകളുടെ കയ്യിൽ ധാരാളം പൈസയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കൊന്നും ആരോഗ്യപരമായ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കിയിരിക്കണം. അത് വർക്കൗട്ട് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരിക്കലും നമ്മുടെ ശരീരത്തോട് രീതികൾ കാണിക്കരുത്. അത് ഇപ്പൊ മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട്. ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെയാണെന്നുള്ള കാര്യം. പൈസ ഒരു വിഷയമേ അല്ല. യെസ്, പക്ഷെ ഹെൽത്ത് ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, Because of her, I have started enjoying sports and feel more confident in myself. Yes. She guides us patiently, Yes. even when we make mistakes. So I love Lisha Yes. teacher. Okay, very good, very good. Okay, Chimala, വായിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശൃംഗ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ ടീച്ചറുമായിട്ടുള്ള ഇഷ്ടങ്ങൾ ശൃംഗയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ചിന്തകളിലോ പ്രവർത്തി അങ്ങനെ ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടോ? I love sports. അത് സംബന്ധിച്ചു എല്ലാം ഓക്കെ, ഞാൻ എല്ലാം വിട്ടു. ഐ ലവ് റെസ്പെക്ട് ഒക്കെ. ആ ടീച്ചറുമായിട്ട് പരിചയപ്പെട്ടത് കൊണ്ട് അല്ലെങ്കിൽ ആ ടീച്ചർ ഒരു ഇതായതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയായി എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? A positive mind. A positive mind. Yes. She was always very positive. Yes. So Okay. he makes us very positive. Yes. Okay. Think positively, act positively, success will be yours. Okay. Yes. Thank you. ശ്രീഷ്മയുടെ അടുത്ത് രണ്ട് കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ആരാണ് പ്രിയപ്പെട്ട ടീച്ചറിനൊക്കെ എഴുതിയിരുന്നു? ശ്രീഷ്മ പറയുന്നൊന്നും കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആക്കിയില്ലേ? യെസ്, യെസ്, പറഞ്ഞോളൂ ശ്രീഷ്മ. Favorite teacher was ഏത് ടീച്ചറാണ് ശ്രീഷ്മയുടെ ടീച്ചർ? Sachidanand sir. സച്ചിദാനന്ദൻ സാർ. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചിരുന്നത് അല്ലേ? Yes. യെസ്, ഓക്കെ. എന്താണ് ഇപ്പൊ ഇത്രയും പേരൊക്കെ ടീച്ചർമാരിലായിരുന്നു, ഒരാളാണ് ഇപ്പൊ സാറിലോട്ട് വന്നിരിക്കുന്നത്. യെസ്, വൈ? വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് യു ഫൈൻഡ്? He was so strict but so friendly
And Very strict and very kind. Okay. scolding like my mother. Yes. Okay. And well teaching. Yes. Good teaching. Okay. Very good. Very good. Very good. Okay. Shiro. Manju Jay. Manju. Yes. Lakshmi Mohan. എന്തെങ്കിലും പറയാനുണ്ടാണല്ലോ ലക്ഷ്മി Sir, മഞ്ജു പറഞ്ഞോളൂ. in my childhood, had studied in Ernakulam at Paingutu School. എറണാകുളം സ്കൂൾ. My favorite teacher is Sindhu teacher. Yes. Okay. I know. Thank you. Yes. My favorite teacher is Sindhu Sindhu teacher. teacher. Okay. Which subject She was- did she? She was living in Kodamangalam. Yes. She was a good teacher. She is Yes. singing very well. Oh, very good. She has been teaching in social science. Yes. Then she was very bonding to children. Yes. Sometimes she told a moral stories Yes. for the children. Yes. Every students are very interested in this teacher class. Yes. So the old students are passed in this subject. Okay. Now she will have a retired. That's all. Okay. That's all. Okay. 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 Very good. Very good. Okay. എനിക്ക് ഞങ്ങൾക്ക് മഞ്ജു പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി how intimacy between you and your teacher. Okay. 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 Yes. I can understand it. Okay. 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 Very good. Yes. ലക്ഷ്മി മോഹൻ Sir, പറഞ്ഞോളൂ ലക്ഷ്മി. ലക്ഷ്മിയുടെ മനസ്സിലില്ലേ ഒരു ടീച്ചർ, പ്രിയപ്പെട്ട ടീച്ചർ? Yes. my favorite teacher is Jayashree teacher. Jayashree teacher. Okay. She teaches us maths. Yes. She is my high school teacher. Yes. Teacher is very supportive and friendly. Yes. The way of teaching is very simple. Very good. Yes. Because of my favorite subject is maths, and she helped little financial needs for students. Oh, very good. Very good. That's all, sir. Very good. Very good. Okay. 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 Very good. Very good. Yes. എന്തെങ്കിലും ഇത് ടീച്ചർ കേൾക്കാനായിട്ട് വന്നാൽ ടീച്ചർക്ക് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റില്ല ലക്ഷ്മി. യെസ്. ഷിഫാന. ഷിഫാന. Sir. Yes. Who is your favorite teacher, Shifana? My favorite teacher is Amrita Miss. Yes. What did you like her? She is my pharmacognosy teacher in college. Yes. She was very friendly and caring. Yes. She also had good teaching. Yes. So the class was not boring. Yes. She would talk a lot in her free time. Yes. That's it. Okay. Very good. Very good. Okay. 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 Shifana. Yes. Okay. Very good. Very good. Nida. Nida. നമ്മൾ ടിൻഡോ കാണാൻ ടിൻഡോയിലോട്ട് വരാൻ വേണ്ടി നമുക്ക് പോയാൽ യെസ് നിത. യെസ്. ദെൻ മെഹറുന്നീസ. യെസ്. വിജയകുമാർ. Hello, sir. Yes, Mehrunisa. Who is your favorite teacher in your life? My favorite teacher is Shanti Miss. She taught us maths in higher secondaries. Yes. She's very dedicating to her work. She's very strict and caring and friendly. Yes. I want to become like her. Yes. She can mold any kid into a best version of them. Yes. She
pick each and every kid who is weak in maths, then teach them at lunch time and also in interval times. Oh, yes. She got even sick while teaching us. Yes. She one of the best teacher I have ever seen. Yes. When I got married, she was the one who got angry at me and said to me that, why are you spoiling your life at this age and don't miss any classes because of this? And you have a bright future. Yes. She's gone from school because of her illness. I want to meet her in the future. I don't know where she is now. She Yes. had a golden heart. I don't know. I don't have any words to say about her. Yes. Sorry, sir. Okay. So we can understand from your words how deep and said about the teacher in you. Yes. So ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാണ് നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തിയതെന്നല്ലേ? അത് ശരിയാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താമായിരുന്ന പല കാര്യങ്ങളും ആ വിവാഹത്തോടു കൂടി അങ്ങോട്ട് മുരടിച്ചു പോകണം. അല്ലെങ്കിൽ വേറെ ലെവലിലോട്ട് എത്തേണ്ട ആളുകൾ ആ ലെവലിലേക്ക് എത്താതെ ബാക്കിയുള്ളവർക്ക് ഇനി മതി, ഇതിനി വേറൊരു ട്രാക്കിലോട്ട് മാറിക്കും ആ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെയാണ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് കഴിയുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും നിങ്ങൾ പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. കുറച്ചു പേർക്ക് പറയാൻ അറിയാം, ഒരവസരം വന്നാൽ പറയാമെന്ന ആൾക്കാരുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് ധൈര്യം ഇല്ലാത്തവരുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് കുഴപ്പമില്ല, പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. യെസ്, അത് വരുത്താനായിട്ട് നമുക്ക് സാധിച്ചത്. അത് വരുത്താനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് കാരണമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, എന്ത് വിഷയം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ വാചകം അതിനെ കുറിച്ച് പറഞ്ഞു, തെറ്റുകയോ ശരിയാവുകയോ അതൊന്നും ഒരു വിഷയമാക്കേണ്ട. ധൈര്യമായിട്ട് ടിൻഡോ, വി ആർ വെയിറ്റിംഗ് ഫോർ യു. ടിൻഡോ തോമസ്. ടിൻഡോ. യെസ്. ഓക്കെ. വരുമെന്ന് വിചാരിക്കാം. യുവർ ഫേവറേറ്റ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. യെസ്. അപ്പോ ഇന്നത്തെ ഈ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പങ്കെടുത്തവർക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ടീച്ചറുള്ള കേസ് നിങ്ങളത് തുറന്ന് പറഞ്ഞാൽ ഓക്കെ. ടിൻഡോ പുറത്താണ്, അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്. അപ്പൊ ഞാനിനി വേറെ കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യെസ്. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ബുൾസ് ഐ എന്ന് പറയുന്ന ഒരു വേടയായിരുന്നു. സെന്റർ ഓഫ് എ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. യെസ്. അടുത്തത് അതേ ആൻസർ തന്നെയാണ്. ഫസ്റ്റ് ലെറ്റർ ഇസ് ബി, ദ സെക്കൻഡ് ലെറ്റർ ഇസ് യു. വെരി സിമ്പിൾ ചോദ്യം. എ ഫാസ്റ്റ് ഫുഡ് വിത്ത് ബി ഫോർ മീറ്റ് in between a bird. ഓക്കെ. അനുമോള് ആണ് ആദ്യം പറഞ്ഞു വന്നപ്പോ തന്നെ അനുമോൾക്ക് മനസ്സിലായി എന്ന്. that is called burger. Yes, a fast food with B for meat in between a bird. Yes. അടുത്തത് വെരി സിമ്പിൾ ആയ ചോദ്യമാണ്. A vehicle that carries passengers, that is also called bus. ഓക്കെ. സിമ്പിൾ ആണ്. അടുത്തൊരു ചോദ്യം. എ ചീഫ് മെയിൽ സർവന്റ്, ഇൻ എ ഹൗസ്. A chief male servant in a house. Okay, my friend is a correct answer. That is called
Butler. The answer is butler. Yes. Okay, okay. Rishma, correct answer. ഞാനൊരു എന്താ പറയാ ഒരു വേറെ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ, ചോദ്യം ഇംഗ്ലീഷിലാണ്, നിങ്ങൾ അതിന്റെ ആൻസർ പറയണം. സിറ്റുവേഷൻ ആണ്. A man has 6 sons. Each son has 2 sisters. How many children are there? A man has 6 sons. Each son has 2 sisters. Situation. Yes. അപ്പൊ ടിൻഡോ 8 എന്ന് പറയുന്നു, ഷിഫാന 9 എന്ന് പറയുന്നു. യെസ്, മെഹ്റുന്നീസ 8 ആണ്. ഓക്കെ, ആൻസർ ഇസ് കറക്റ്റ്. ടിൻഡോ, മെഹ്റുന്നീസ, ആൻസർ ഇസ് കറക്റ്റ്. 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എ മാൻ ഹാസ് 6 sons. ഒരു മനുഷ്യന് 6 മക്കൾ. ഓരോ മക്കൾക്കും 2 സഹോദരിമാരുണ്ട്. അപ്പോ 2 സഹോദരി ആകെ മതി. അതെല്ലാ 6 മക്കൾക്കും അവരുടെ സഹോദരി തന്നെയാണല്ലോ. അപ്പോ 2 + 6 8. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എഴുതില്ലേ. എ 5-letter word. 5 letter, 5 letter ഉള്ള ഒരു വേർഡ് that becomes shorter when you add 2 letters to it. A 5-letter word that becomes shorter when you add 2 letters to it. TW2 letters to it. ആ വേർഡ് ഏതാണെന്ന് പറയാമോ? ആഡ് ചെയ്യുന്ന വേർഡ് ഏതാണെന്ന് പറയാമോ? I will repeat the question. Oh, Tindo, you are right. Tindo, നമുക്ക് വിചാരിച്ച പോലെ അല്ലല്ലോ. Yes, Shifana, correct answer. Very good, very good. Lisa, correct answer. Okay, okay. നേരത്തെ ഈ ആദ്യം ആൻസർ പറഞ്ഞാൽ Tindo. A 5-letter word is shorter. Correct. 5-letter word that becomes shorter. അത് ഒന്നുകൂടി ചെറുതാവുന്നു. 2 വാക്കുകൾ അതിന്റെ കൂടെ ചേരുന്നു. ആ ചേരുന്ന 2 വാക്ക് ഏതാണ്? ഈയൻ ആണ്. ഈയൻ ഷോർട്ട് എന്നുള്ളതിന്റെ കൂടെ ഈയൻ ചേർക്കുമ്പോൾ എന്തായി? ഷോർട്ടൻ, ചെറുതാക്കുക, മേക്ക് ഷോർട്ടനായി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where is the only place? Where is the only place where? WHERE, where? Today comes before yesterday. Today comes before yesterday. The only place where today comes before yesterday. Very simple. Okay, Lakshmi Mohan, correct. That is in dictionary. Yes. Okay, 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 okay. Yes. Okay, okay. Dictionary. Today comes before yesterday. Yesterday to tomorrow, today better. Yes. Okay. Very good, very good. Okay.
ഞാനിപ്പോ 2-3 മീറ്റ് കൂടി ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് അന്നേരത്തെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ, വെൽക്കം. ഓക്കെ, ഷെറീന, ശ്രീഷ്മ.